രാഷ്ട്രീയ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ട ചരിത്രത്തിൽ അനേകം മണ്ഡലങ്ങളും മത്സരാർത്ഥികളും ഉണ്ടെങ്കിലും കേരളമെന്നും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലം. അവിടുത്തെ ഇപ്പോഴത്തെ MLA മാത്യു കുഴൽനാടൻ കേരള രാഷ്ട്രീയത്തിൽ വെറുമൊരു MLA മാത്രമല്ല, തന്റെ രാഷ്ട്രീയ നിലപാടുകളിലൂടെ ചരിത്രം തെളിയിച്ച വ്യക്തിത്വവുമാണ്. 2021 മൂവാറ്റുപുഴയിൽ എൽദോ എബ്രഹാമിനെതിരെ 6621 വോട്ടുകൾ നേടി വിജയിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ മണ്ഡലമായ മൂവാറ്റുപുഴയിൽ നടന്ന കടുത്ത പോരാട്ടത്തിൽ മറ്റ് രണ്ട് മുന്നണികളും സാമുദായിക സ്ഥാനാർത്ഥികളെ തന്നെ കുഴൽനാടനെതിരെ രംഗത്തിറക്കി. എങ്കിലും അതൊന്നും മാത്യു കുഴൽനാടന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ വിലപ്പോയില്ല എന്നതാണ് സത്യം. നിലവിൽ MLA ആയ മാത്യു കുഴൽനാടൻ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി, ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ JNUവിൽ നിന്ന് ട്രേഡ് ലോയിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. നിലവിൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി സേവനം ചെയ്യുകയാണ്. മൂവാറ്റുപുഴ LDFനും കേരള കോൺഗ്രസിനും ശക്തമായ വേരുകളുള്ള മണ്ഡലമാണെങ്കിലും എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൈവിട്ടിരുന്നില്ല. മൂവാറ്റുപുഴയിൽ ജനിച്ചു വളർന്ന ആൾ എന്നതിനാലും മണ്ഡലത്തിൽ തന്റെ ഇടപെടലുകളിലൂടെ ജനഹൃദയങ്ങളിൽ ആഴത്തിലുള്ള സമ്പർക്കം പുലർത്താൻ സാധിച്ച വ്യക്തി എന്ന നിലയിലും മാത്യു കുഴൽനാടൻ ആ നാടിന്റെ എല്ലാമായി മാറുകയായിരുന്നു. അതുമാത്രമല്ല, തികഞ്ഞ പ്രതിരോധ വാഗ്മിയായ അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ നിലവാരത്തിൽ നിന്നുകൊണ്ട് നിയമത്തിന്റെ അവഗാഹത്തോടെയുള്ള പോരാട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ തൊടുത്തുവിട്ട നിയമ പോരാട്ടങ്ങൾ LDF സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കുന്നതായിരുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്യു കുഴൽനാടൻ തെളിച്ച വഴികളിൽ നിയമ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടി എഴുതി ചേർക്കപ്പെടേണ്ടതാണ്. 2023 മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള എക്സാലോജിക് അഴിമതിക്കെതിരെ നിയമ പോരാട്ടം ആരംഭിച്ചത്. ഇന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വീശിയടിക്കുകയാണ്. സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ കടപുഴക്കുന്ന ഈ വൻ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരാൻ കുഴൽനാടൻ തന്റെ നിയമവൈദഗ്ധ്യത്തിന്റെ നൂലിഴകൾ കൊണ്ട് നെയ്ത വലയിൽപ്പെട്ട് സർക്കാരും മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും CPM പാർട്ടിയും ഇന്ന് കൈകാലിട്ടടിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഇടവും വലവും തിരിയാൻ കഴിയാതെ വലമുറുക്കി SFIO വീണ വിജയനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ നിയമപോരാട്ടം മാത്യു കുഴൽനാടനും കൂടുതൽ മുറുക്കുകയാണ്. 2026 തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കോൺഗ്രസിന് മറ്റൊരു പേര് മുന്നോട്ട് വയ്ക്കാനില്ല. ഒറ്റ വാചകത്തിൽ തന്നെ അത് മാത്യു കുഴൽനാടനാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ 6161 ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഇത്തവണ അത് 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കുഴൽനാടന്റെ നിലവിലെ MLA പ്രവർത്തനത്തിന് സാധിക്കും എന്ന് തന്നെ കോൺഗ്രസും UDFും ഉറപ്പിക്കുകയാണ്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മറ്റു മുന്നണികൾ ആരും തന്നെ കെട്ടിവയ്ക്കുന്ന പണത്തിനായി കാത്തിരിക്കേണ്ട. അത് മാത്യു കുഴൽനാടന്റെ സിറ്റിംഗ് സീറ്റാണ്. മറ്റാരും അവിടെ നുഴഞ്ഞു കയറാൻ പാടുപെടുകയും വേണ്ട എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ കേരളത്തോട് പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.